ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. ഏറ്റവും പാരൻസിനൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അലർജി മാറ്റാൻ മരുന്നല്ലാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മാറ്റാൻ എന്നുള്ള വാക്കൊന്ന് ഞാൻ മാറ്റിക്കോട്ടെ. അത് അലർജി കൺട്രോൾ ചെയ്യാൻ മരുന്നല്ലാത്ത കാര്യങ്ങളുണ്ട്. അതിനെ ഞാൻ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു നിർത്താം. 2 പില്ലേഴ്സായിട്ട് നമുക്ക് മാറ്റാം. ഫസ്റ്റ് പില്ലറിനെ നമുക്ക് എന്ത് പറയാം? അത് ഇന്റേണലി കൊടുക്കുന്ന സാധനമാണ്. സെക്കൻഡ് പില്ലർ എക്സ്റ്റേണലി, പുറമേയുള്ള കൺട്രോൾ ചെയ്യുന്ന സാധനം. ഇന്റേണലി പറയുന്നത് നമുക്ക് പോഷകാഹാരങ്ങൾ കുഞ്ഞിന് കൊടുക്കുക എന്നുള്ളത്. പറയാൻ എളുപ്പമാണ് ഡോക്ടറെ, കുട്ടിയൊട്ടും കഴിക്കുന്നില്ല അല്ലേ? അതല്ല നിങ്ങളിപ്പോൾ ആലോചിച്ച്. നമുക്കറിയാം കുട്ടികൾ ആരും ഭക്ഷണം വേണം എന്ന് വിചാരിച്ച് വാങ്ങി വന്ന് കഴിക്കില്ല. നമ്മൾ അവരോട് കൂടി എങ്ങനെ മിങ്കിൾ ചെയ്യുന്നു, എങ്ങനെ അവരുമായിട്ട് ഒരു ബോണ്ട് ഉണ്ടാക്കുന്നു, ആ ബോണ്ടിങ്ങിലൂടെ കുട്ടിയെ നിങ്ങൾക്ക് എങ്ങനെ ഭക്ഷണം ശീലിപ്പിക്കാം എന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ താനേ പഠിച്ചു വരണം. അത് പാരന്റിങ്ങിന്റെ ഭാഗമാണ്. ഇന്നോ നാളെയോ ശരിയായില്ലെങ്കിലും മാസങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കുട്ടി നല്ലൊരു ഫുഡ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ്. നല്ല ഫ്രൂട്ട്സ് കൊടുക്കുക, വെജിറ്റബിൾസ് കൊടുക്കുക, നട്ട്സ് കൊടുക്കുക. ഒത്തിരി വില കൂടിയത് പുറത്തുനിന്ന് വാങ്ങി കൊടുക്കണം എന്നല്ല പറയുന്നത്. നിങ്ങളുടെ കിച്ചൺ ഗാർഡനിലുള്ളത് സീസണലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ, ചക്ക, മാങ്ങ, പേരയ്ക്ക, ചാമ്പയ്ക്ക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ കുട്ടിക്ക് കൊടുത്ത് ശീലമാക്കി വന്നാൽ തന്നെ നിങ്ങളുടെ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി ബെസ്റ്റ് ആവും എന്നുള്ളത് ഉറപ്പാണ്. ഇനി എക്സ്റ്റേണലി എന്ത് നോക്കണം? ഒന്ന്, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലെ കുട്ടിയുടെ സറൗണ്ടിങ്സിൽ ഏറ്റവും പ്രധാനം കുട്ടി ജീവിക്കുന്ന ആ ചുറ്റുപാടുള്ള പൊടി പടലങ്ങൾ തന്നെയാണ്. വീട് എപ്പോഴും വൃത്തിയാക്കി വെക്കുക. കുട്ടി ഇല്ലാത്ത സമയത്ത് അതൊക്കെ ക്ലീൻ ആക്കി വെക്കുക. കുട്ടി റൂമിൽ അനാവശ്യമായ പുസ്തകങ്ങളോ പേപ്പറുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റി വെക്കും. വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ വിറ്റ് ഒഴിവാക്കും. അല്ലെന്നുണ്ടെങ്കിൽ ദൂരെ അത് മാറ്റി വൃത്തിയായിട്ട് വെക്കുക. ബുക്കിലെ പൊടികളൊക്കെ ഒത്തിരി അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. വീട്ടിലുള്ള പാറ്റകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കണം. ബെഡ്ഷീറ്റ് ഡെയിലി ക്ലീൻ ആക്കണം. സാറ്റിൻ ബെഡ്ഷീറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ കേർട്ടൻസ് തിന്നായിട്ടുള്ളത് യൂസ് ചെയ്യൂ, അല്ലെങ്കിൽ ബ്ലൈൻഡ്സ് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. വീണ്ടും ജനലുകളൊക്കെ തുറന്നിടൂ. കാറ്റ് കയറട്ടെ, വെളിച്ചം കയറട്ടെ. ഉള്ളിലെ ഫംഗസും ബാക്ടീരിയ ഒക്കെ സൗരപ്രകാശമേറ്റ് നശിക്കുകയും ചെയ്യട്ടെ. അതാണ് നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, വീട്ടിലാരെങ്കിലും പുകവലിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു ബിഗ് നോ പറയൂ. നിങ്ങൾ പുറത്തുനിന്ന് പുകവലിച്ചിട്ട് വരുന്നതാണെങ്കിലും നിങ്ങളുടെ ശ്വാസത്തിൽ അതിൻ്റെ അംശങ്ങൾ ഉണ്ടാവുകയും കുട്ടിയും ഒരു പുകവലിക്കാരനായി അല്ലെങ്കിൽ പുകവലിക്കാരിയായി മാറുകയാണ് ബൈ പാസീവ് സ്മോക്കിംഗ്. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്മോക്കിംഗ് എന്നുള്ള ഹാബിറ്റ് മാറ്റി വെക്കൂ. അതുകൊണ്ട് ആർക്കും ഒരു ഗുണം കിട്ടുന്നില്ല. പിന്നെയുള്ളതാണ് നമ്മൾ വിറകടുപ്പുകൾ നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പുറത്തേക്ക് മാറ്റി വെക്കാം. പുറത്തേക്ക് മാറ്റി വെച്ചാൽ അത്രയും മാറ്റാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് മാറ്റൂ, അല്ലാത്തവർ പുറത്തേക്ക് മാറ്റൂ. അതിൻ്റെ സ്മോക്കും കുട്ടിക്ക് അലർജി കൂടുതലാക്കും. അതോടൊപ്പം തന്നെ കുട്ടിയെ പുറത്തേക്ക് കളിക്കാൻ വിടണം. കുട്ടി വെയിൽ കൊള്ളട്ടെ, മഴ കൊള്ളട്ടെ, സൂര്യപ്രകാശം എല്ലാം കിട്ടി കുട്ടിക്ക് വൈറ്റമിൻ ഡി ഉണ്ടാവട്ടെ, ഇമ്മ്യൂണിറ്റി ഉണ്ടാവട്ടെ. ചെറിയ ചെറിയ അലർജൻസുമായിട്ട് കുട്ടി എക്സ്പോസ്ഡ് ആവട്ടെ. അതിനെതിരെ അപ്പോൾ കുട്ടിക്ക് ആൻറ്റിബോഡീസ് ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ അത് കുട്ടിയുടെ ഒരു ആരോഗ്യത്തിന് ഒരു സപ്പോർട്ടായി ആൻറ്റിബോഡീസ് മാറും എന്നുള്ളത് ഉറപ്പാണ്. ഇടയ്ക്ക് നിങ്ങൾക്കൊന്ന് പരസ്പര വിരുദ്ധത തോന്നിയോ? വീട്ടിലെ പൊടികളൊക്കെ മാറ്റി കുട്ടിയെ പുറത്തേക്ക് വിടണം എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. പുറത്തേക്ക് വിടുന്നത് എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളോട് കുട്ടി എക്സ്പോസ്ഡ് ആയിട്ട് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനാണ്. വീടിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടിക്ക് അസുഖമുള്ളപ്പോൾ കൂടുതൽ അലർജിയെ കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ രണ്ടും 2 തരത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഇത്രയും ഷോർട്ട് ടൈമിൽ പെട്ടെന്ന് പറഞ്ഞു തരാനുള്ളത്. നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ വേണം. നിങ്ങളുടെ സംശയങ്ങളും ചോദിക്കും, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സമയം പോലെ ഡിസ്കസ് ചെയ്യാം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.